السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഇഖ്ലാസും തഖ്വയും നൽകട്ടെ. ധാരാളം അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള നല്ല മനസ്സും അവസ്ഥയും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗപൂങ്കാവനത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയം നിറഞ്ഞവരെ, സൂറത്തുൽ മുൽക്കിൻ്റെ ആശയ പഠന ക്ലാസ്സാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചും അവൻ നമുക്ക് നൽകിയ ഒരുപാട് സൗഭാഗ്യങ്ങളെക്കുറിച്ചും വിവരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ അയക്കുകയും ആ മുർസലീങ്ങളോട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പറയുകയും അവർ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത അവിശ്വാസികളെ കത്തിയാളുന്ന നരകത്തിലിട്ട് കത്തിച്ചു കരിച്ച് അവരെ നശിപ്പിക്കുമെന്നും ആ നരകത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും മറ്റുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഈ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്ര ഖേദപ്രകടനം നടത്തിയാലും അതൊന്നും അപ്പോൾ യാതൊരു ഫലം ചെയ്യുകയില്ല എന്നതിനെക്കുറിച്ചൊക്കെ വിവരിച്ചതാണ്. എന്നാൽ നാം ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ്റെ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച് അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യാൻ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്ത മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം അഥവാ സ്വർഗം നൽകും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം വിവരിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. എന്താണ് ആ ഡിമാൻഡ് എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്ന വിഭാഗം, അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുന്ന ഒരു വിഭാഗം, യഖാഫൂനഹു, അള്ളാഹുവിനെ അവർ ഭയപ്പെടും, ബിൽ ഗൈബ്, ജനങ്ങളുടെ അഭാവത്തിൽ, ജനങ്ങളുടെ കാഴ്ചയെ തൊട്ട് മറഞ്ഞ അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗം, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. മനുഷ്യന്മാരാകുമ്പോൾ അറിയാതെ പല തെറ്റുകളും, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോകും. അല്ലാഹു തആല അതൊക്കെ ഇങ്ങനെയുള്ള വിഭാഗത്തിന് പുറത്തു കൊടുക്കും. എന്നു മാത്രമല്ല, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും നാളെ അവൻ അല്ലാഹു തആല നൽകുന്നതാണ്. അയിൽ ജന്ന, അതായത് സ്വർഗം അവൻ അല്ലാഹു തആല നൽകുന്നതാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗം, അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുക. യഖാഫൂന,
അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കുക. ബിൽ ഗൈബ് ഫീ ഗൈബതിഹിം അൻ അഅയുനിന്നാസ്, ജനങ്ങളുടെ കാഴ്ചയെ തൊട്ട് മറഞ്ഞ അവസ്ഥയിൽ, ജനങ്ങളുടെ മുമ്പിൽ നിന്നല്ല. 4 ആളുണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് തെറ്റുകളൊന്നും ചെയ്യൂല. പക്ഷേ ആൾക്കാരില്ലാത്ത സന്ദർഭത്തിൽ ആരും അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യും. അങ്ങനെയുള്ള വിഭാഗത്തിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ജനങ്ങളുടെ കൺകാഴ്ച തൊട്ട് മറഞ്ഞ അവസ്ഥയിൽ തന്നെ അവർ അള്ളാഹുവിനെ പേടിക്കുന്നു. അങ്ങനെയുള്ള വിഭാഗം ഫയുതിഊനഹു സിറാ, അവർ രഹസ്യമായിട്ട് ഒരുപാട് ഇബാദത്തുകൾ എടുക്കും. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരുടെ ഇടയിലും വലിയൊരു ആളാവാൻ വേണ്ടിയല്ല. ഒരുപാട് ദിക്റുകൾ ചൊല്ലും, ദാനധർമ്മങ്ങൾ ചെയ്യും. ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ, അമലുകൾ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ആ ഒരു ഉദ്ദേശത്തോടുകൂടെ, ഇഖ്ലാസോടെ, തഖ്വയോടുകൂടെ ഒരുപാട് അമലുകൾ ചെയ്യുന്നവൻ അല്ലാഹു തആല കൽപ്പിച്ചതെന്തോ അതൊക്കെ അവർ അനുസരിക്കും. അല്ലാഹു തആല കൽപ്പിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണോ നിർബന്ധമായും ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചത് അതൊക്കെ അനുസരിക്കും. എന്നാൽ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നതൊക്കെ ചെയ്യൽ തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വെടിയും. അതൊന്നും അവന് പ്രവർത്തിക്കില്ല. ആ വിഭാഗത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ആഖിറത്തിൽ നൽകുന്നത് ലഹും മഗ്ഫിറ, അവന് പാപമോചനം. അറിയാതെ ചെയ്തുപോയ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലം അഥവാ സ്വർഗ്ഗവും അല്ലാഹു തആല നൽകും. രഹസ്യമായി അല്ലാഹുവിനെ പേടിക്കണം, ആൾക്കാരെ മുമ്പൊന്നല്ല. ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. നാളെ മഹ്ശറിലെത്തുമ്പോൾ നമ്മുടെ തലക്ക് മീതെ ഒരു ചാണുയരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഒരു സുറമുക്കോലിൻ്റെ ഉയരത്തിലോ സൂര്യനതാ ഉദിക്കുകയാണ്. ആ സൂര്യൻ്റെ താപമേറ്റ്, ആ സൂര്യൻ്റെ ചൂടേറ്റതാ ജനങ്ങളൊക്കെ, മനുഷ്യന്മാരൊക്കെ വിയർപ്പിൻ്റെ കയത്തിൽ മുങ്ങുകയും താഴുകയും ചെയ്യുകയാണ്. ആ സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, തണൽ ലഭിക്കാൻ ചില വിഭാഗക്കാർ മാത്രമായിരിക്കും. അങ്ങനെ ആ സമയത്ത് സൂര്യൻ്റെ താപമേറ്റ് ആ താപത്തിൽ വിയർപ്പിൻ്റെ കയത്തിൽ മുങ്ങിക്കുളിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവരിൽ നിന്നും രക്ഷപ്പെടുന്ന 7 വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ സമയത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽപ്പെട്ടൊരു വിഭാഗം, വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. വറജുലുൻ, ഒരു പുരുഷനാണ്, ദഅതുഹു ഇംറഅത്തുൻ, ഒരു സ്ത്രീ അവനെ ക്ഷണിച്ചു. സ്ത്രീയുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷനെ ക്ഷണിച്ചു. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, അല്ലാഹു മാത്രമാണ് അറിയുന്നത്. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പെണ്ണല്ല, ദാതു മൻസിബിൻ വജമാൽ, നല്ല ഭംഗിയുള്ള, അഴകുള്ള, നല്ല തറവാടിത്തമുള്ള പെണ്ണാണ്. ആ സ്ത്രീ അതാ ഒരു പുരുഷനെ ക്ഷണിച്ചപ്പോൾ ആ മനുഷ്യൻ ആ സ്ത്രീയോട് പറയുകയാണ്, ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഓ പെണ്ണെ, നിന്റെ കാര്യനിർവഹണത്തിന് വേണ്ടി എന്നെ കിട്ടൂല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞ ആ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ ഒരു മനുഷ്യനാണ് 7 വിഭാഗത്തിൽപ്പെട്ടൊരു വിഭാഗം. നാളെ ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ തലക്ക് മീതെ സൂര്യൻ ഉദിച്ച് ആ ചൂടിൻ്റെ ആ താപത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽപ്പെട്ട ആ ഒരു വിഭാഗം ഈ ഒരു വിഭാഗമാണ്. ഇവിടെ എന്താണ്? അള്ളാഹുവിനെ മാത്രം പേടിച്ചിട്ടാണ് ആ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള തെറ്റിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് അവൻ മാറുന്നത്.
ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ജനങ്ങളുടെ കൺകാഴ്ചയെ തൊട്ട് മറഞ്ഞ അവസ്ഥയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വിഭാഗം അവർക്കാണ് നാളെ ആഖിറത്തിൽ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. ഇവിടെ ബിൽ ഗൈബ് ജനങ്ങളുടെ കൺകാഴ്ചയെ തൊട്ട് മറഞ്ഞ അവസ്ഥ. ബിൽ ഗൈബ് എന്നതിന് വേറെയും പല വ്യാഖ്യാനങ്ങൾ മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുണ്ട്. നാം ഇപ്പോൾ പറഞ്ഞ ആ വ്യാഖ്യാനം തഫ്സീർ ജലാലൈനിലുള്ള വ്യാഖ്യാനമാണ്. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം അയ്യഖാഫൂനല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്ന വിഭാഗം. അദൃശ്യത്തിൽ, അതായത് അള്ളാഹുവിനെ നാം അങ്ങോട്ട് കാണുന്നില്ല, അള്ളാഹുവിനെ നാം അങ്ങോട്ട് കാണുന്നില്ല, ഗൈബിലാണ്, മറഞ്ഞ അവസ്ഥയിലാണ്. നാം അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലല്ലോ, പക്ഷെ അള്ളാഹു ഇങ്ങോട്ട് കാണുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ പേടിക്കുക. വയഖാഫൂന അദാബഹുല്ലദീ ഹുവ ബിൽ ഗൈബ്, അള്ളാഹുവിൻ്റെ അദാബിനെയും പേടിക്കുക. അള്ളാഹുവിനെ നേരിട്ട് കാണുന്നില്ലല്ലോ, നാം അങ്ങോട്ട് കാണുന്നില്ല. വഹുവ അദാബു യൗമിൽ ഖിയാമ, ആഖിറത്തിലെ ആ അദാബുകളൊക്കെ, ഖബറിലെ ശിക്ഷ നമ്മുടെ കണ്ണുകൊണ്ട് നാം നേരിട്ട് കാണുന്നില്ലല്ലോ. മഹ്ശറിൽ അനുഭവിക്കേണ്ട രംഗങ്ങൾ, അതേപോലെ തന്നെ നരകത്തിലെ അവസ്ഥകൾ, ശിക്ഷകൾ, അതൊന്നും നാം കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ. കണ്ണുകൊണ്ട് കാണാതെയാണ് നാം വിശ്വസിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരിക, അല്ലാഹു തആല അവൻ്റെ ഖുർആനിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നാം വിശ്വസിക്കുക. നാം കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണുന്നില്ല ദുനിയാവിൽ നിന്ന്, ആഖിറത്തിൽ കാണും. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തായൊരു സൗഭാഗ്യമാണ് അള്ളാഹുവിനെ നഗ്ന നേത്രം കൊണ്ട് കാണുക എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തട്ടെ. ഏതായാലും ദുനിയാവിൽ വെച്ച് നാം അള്ളാഹുവിനെ കാണുന്നില്ല. അങ്ങനെ അള്ളാഹു മറഞ്ഞ അവസ്ഥയിലാണ്. മറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺകാഴ്ചയിൽ മറഞ്ഞ അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ അള്ളാഹുവിനെ പേടിക്കുക. അള്ളാഹുവിനെ നാം അങ്ങോട്ട് കാണുന്നില്ല. ആ അവസ്ഥയിൽ അള്ളാഹുവിനെ അമല് ചെയ്യുമ്പോൾ ആ ഒരു അമലിന് നല്ല പ്രതിഫലം ഉണ്ടാകും, ആത്മാർത്ഥത ഉണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, പക്ഷെ നാം അങ്ങോട്ട് കാണുന്നില്ല. ഇത് ഉറപ്പിച്ചാണ് നാം വിശ്വസിക്കുന്നതെങ്കിലും, ഇങ്ങനെയുള്ളൊരു ഉറപ്പോടുകൂടാണ് നാം 2 റക്അത്ത് നിസ്കരിക്കുന്നതെങ്കിൽ, അതായത് അല്ലാഹു തആല നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, നാം അങ്ങോട്ട് കാണുന്നുണ്ടില്ല. ഇല്ലെങ്കിലും നാം ഏതെങ്കിലും തെറ്റിലേക്ക് അകപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ അല്ലാഹു തആല നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഖബറിലെ അദാബ് നാം നേരിട്ട് കാണുന്നില്ല. മഹ്ശറിലെ ആ ഭീകരമായ അവസ്ഥകൾ അതൊന്നും നാം കാണുന്നില്ല. നരകത്തിലെ അവസ്ഥകൾ, ഇതൊക്കെ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞതാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി നാം വിശ്വസിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്യുക. ഇതൊന്നും നാം കണ്ണുകൊണ്ട് കാണുന്നില്ല, കാണാത്ത അവസ്ഥയിലാണ് നാം അള്ളാഹുവിനെ പേടിക്കുന്നത്. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനം, വിശദീകരണം. ഇങ്ങനെയും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാ വരുന്നു ഒരു മനുഷ്യൻ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ. യാത്രയുമായി ബന്ധപ്പെട്ട ഒരു അടയാളവും ആ മനുഷ്യൻ്റെ പ്രകൃതിയിലോ ശരീരത്തിലോ ഭാവത്തിലോ കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദ്, ഞങ്ങളിൽ നിന്നുള്ള ഒരാളും ആ വന്ന മനുഷ്യനെ അറിയൂല, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആ വന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അങ്ങിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഓരോ ചോദ്യങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്. ഓരോ ചോദ്യങ്ങൾ ആ ചോദിക്കുന്ന ആൾ നബി തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അതേ സത്യം, തങ്ങൾ പറഞ്ഞ കാര്യം സത്യമെന്നിങ്ങനെ പറയുന്നു. അപ്പോൾ സഹാബികൾക്ക് അത്ഭുതം ഉണ്ടാവുകയും ചെയ്യുന്നു. ചോദിച്ച ആ ചോദ്യങ്ങളിൽ നിന്നുള്ളൊരു ചോദ്യം, ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് നബിയെ അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. എന്താണ് ഇഹ്സാൻ?
ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ, അങ്ങെനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം അതാണ് നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അതെന്താണ്? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവന് ഇബാദത്തെടുക്കണം. അല്ലാഹു നിന്റെ മുമ്പിലുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ ഇബാദത്തെടുക്കണം. ഫഇല്ലം തകുൻ തറാഹ്, നീ അവനെ കാണുന്നില്ലെങ്കിലും, നീ അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നീ ഇബാദത്തെടുക്കണം. കാരണം ഫഇന്നഹു യറാക്, നിന്നെ അവൻ കാണുന്നുണ്ട്. അല്ലാഹു തആല നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും. ഇതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ വന്ന മനുഷ്യൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ വന്ന മനുഷ്യനല്ല, സത്യത്തിൽ ജിബ്രീലായിരുന്നു. അത് സഹാബികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ ഹദീസിൻ്റെ അവസാനത്തിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നാം ഏതൊരു ഇബാദത്ത് എടുക്കുമ്പോഴും അല്ലാഹു നമ്മുടെ മുമ്പിലുള്ളതുപോലെ അല്ലാഹുവിനെ നാം കണ്ട് ഇബാദത്ത് എടുക്കുന്നത് പോലെ ആയിരിക്കണം. കാരണം നാം അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹു ഇങ്ങോട്ട് നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിൽ അമൽ ചെയ്യുന്നവൻ, ഈ രൂപത്തിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവൻ, അവനാണ് അല്ലാഹു തആല നാളെ സ്വർഗം നൽകുന്നത്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വിഭാഗം ബിൽ ഗൈബ്, മറഞ്ഞ അവസ്ഥയിൽ അവർക്കാണ് മഗ്ഫിറത്ത്, പാപമോചനം, അവർക്കാണ് സ്വർഗം. അല്ലാഹുവിനെ അവർ പേടിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുക, നിർവഹിക്കുക. നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞപ്പോൾ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുക. നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുക. അതേപോലെ സക്കാത്ത്, കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുക. അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. കള്ള് കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, കണ്ണുകൊണ്ട് കാണൽ നിഷിദ്ധമായ കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കണം. ഒരു പുരുഷൻ അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, ഒരു സ്ത്രീ അന്യ പുരുഷനെ നോക്കാൻ പാടില്ല. അത് എങ്ങനെയാണെങ്കിലും ശരി, മൊബൈലിലൂടെ ആണെങ്കിലും കാണാൻ പാടില്ല. അതേപോലെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്ന് നമുക്ക് മൊബൈലിലൂടെ കാണാൻ പറ്റും. പക്ഷേ അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണോ? നാളെ ആഖിറത്തിൽ, നാളെ അല്ലാഹുവിൻ്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കണമോ, സ്വർഗം ലഭിക്കണമോ? ആര് അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്നാലേ നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം തരൂ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എല്ലാം അല്ലാഹു തആല വളരെ കൃത്യമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എത്ര രഹസ്യമായി എന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആരാരുമില്ലാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് കാണാൻ പറ്റാത്ത എന്തെങ്കിലും വീഡിയോസുകളോ മറ്റോ കണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെ വളരെ കൃത്യമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇവിടെ ദുനിയാവിൽ വെച്ച് അത് ആര് അറിഞ്ഞില്ലെങ്കിലും, ബാപ്പയെ അറിഞ്ഞിട്ടില്ലെങ്കിലും, ഉമ്മ അറിഞ്ഞിട്ടില്ലെങ്കിലും, ഭർത്താവ് അറിഞ്ഞിട്ടില്ലെങ്കിലും, ഭാര്യ അറിഞ്ഞിട്ടില്ലെങ്കിലും, സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നോ, അവന് നാളെ ആഖിറത്തിൽ അതാ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അവന് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിൽ കടത്തുന്നതാണ്. അതാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ആശയം. നാം എന്ത് കാര്യങ്ങളിൽ എത്ര മറച്ചു വെച്ചാലും അല്ലാഹു തആലാക്ക് അങ്ങനെ ഒരു രഹസ്യമോ പരസ്യമോ ഇല്ല. രഹസ്യവും പരസ്യമൊക്കെ നമുക്കല്ലേ ഉള്ളൂ. അല്ലാഹു എന്ത് നമ്മുടെ രഹസ്യം, എന്ത് നമ്മുടെ പരസ്യം? അല്ലാഹു തആലാക്ക് നമ്മുടെ എല്ലാ രഹസ്യവും പരസ്യം തന്നെയാണ്.
അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഏതൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന സമയത്ത് ഇത് അള്ളാഹ് കാണുന്നുണ്ട്, അല്ലാഹു തആല ഇത് അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, വഅസിറൂ ഖൗലകും അബിജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. വഅസിറൂ ഖൗലകും അബിജ്ഹറൂ ബിഹി, നിങ്ങളുടെ വാക്കിനെ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യൂ. നിങ്ങളുടെ വാക്കിനെ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ഒക്കെ സമം, എല്ലാം അല്ലാഹുവിനറിയാം. ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ, തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ അല്ലാഹുവിന് വളരെ കൃത്യമായി അറിയാം. നമ്മളത് രഹസ്യമാക്കി വെച്ചതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല, എല്ലാം അല്ലാഹുവിനറിയാം. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് രഹസ്യമായി കാഫിരീങ്ങൾ പലതും ആക്ഷേപിച്ച് പറയും, പതുക്കെ പറയും. എന്നിട്ട് ഇവർ പറയും, നിങ്ങൾ മെല്ലെ പറയൂ, ജിബ്രീൽ കേൾക്കണ്ട, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഇലാഹ് കേൾക്കണ്ട എന്ന് പറയും. ആ സന്ദർഭത്തിലാണ് ഈ ഒരു ആയത്തിറങ്ങിയത് എന്ന് ഒരു വ്യാഖ്യാനം. എന്നാൽ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ പറയുകയാണ്, അൽ ഖൗലുസാനി അന്നഹു ഖിതാബുൻ ആമുൻ ലിജമീഇൽ ഖൽഖ് ഫി ജമീഇൽ അഅമാൽ. ഈ ഒരു ആയത്തിലെ സംബോധന എല്ലാവരോടും പൊതുവായിട്ടുള്ളതാണ്. ഫി ജമീഇൽ അഅമാൽ, എല്ലാ പ്രവർത്തനങ്ങളിലും, സംസാരമായിക്കോട്ടെ പ്രവർത്തനമായിക്കോട്ടെ, ഏതൊരു പ്രവർത്തനത്തിലും. വൽ മുറാദു അന്ന ഖൗലക്കും വഅമലക്കും അലാ ഐ സബീൽ വുജിദ് ഫൽ ഹാലു വാഹിദുൻ ഫി ഇൽമിഹി തആല ബിഹാദാ. ഇതുകൊണ്ടുള്ള ഉദ്ദേശം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവർത്തനം അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അല്ലാഹു തആലാക്ക് ആ രൂപങ്ങളൊക്കെ എല്ലാം അല്ലാഹുവിന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് ഫഹ്ദറു മിനൽ മആസി സിറ, രഹസ്യമായുള്ള നിങ്ങളുടെ തെറ്റുകളെയും നിങ്ങൾ സൂക്ഷിക്കണേ. രഹസ്യമായി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും നിങ്ങൾ സൂക്ഷിക്കണം. കമാ തഹ്തരിസൂന അൻഹാ ജഹറ, പരസ്യമായി നിങ്ങളുടെ തെറ്റുകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാരണം? വഅസിറൂ ഖൗലകും അബിജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നാം ഏത് കാര്യങ്ങൾ എങ്ങനെ ചെയ്താലും എല്ലാം അല്ലാഹുവിന് വളരെ കൃത്യമായി അറിയാം, മനസ്സിലാകുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ, ഖൽബിലെ രഹസ്യങ്ങൾ പടച്ച അല്ലാഹുവിനെ ആ രഹസ്യങ്ങളെക്കുറിച്ച് അറിയില്ലേ? അതേ അറിയാം. രഹസ്യങ്ങളെ പടച്ചത് അല്ലാഹുവാണ്. ആ രഹസ്യങ്ങളെ പടച്ച അല്ലാഹുവിന് രഹസ്യങ്ങളെക്കുറിച്ച് അറിയാതായി പോകുമോ? മാ തുസിറൂന അയൻതഫി ഇൽമുഹു ബിദാലിക്, ആ രഹസ്യങ്ങൾ പടച്ച അല്ലാഹുവിന് അവകളെക്കുറിച്ചുള്ള വിവരം ഇല്ലാതായി പോകുമോ? ഇല്ല, ഒരിക്കലുമില്ല. രഹസ്യങ്ങൾ പടച്ച, ഖൽബിലെ രഹസ്യങ്ങൾ പടച്ച അല്ലാഹുവിന് ആ രഹസ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാം. വഹുവൽ ലതീഫുൽ ഖബീർ, എല്ലാ വസ്തുക്കളെക്കുറിച്ചും, ആ വസ്തുക്കൾ എത്ര ചെറുതായിക്കോട്ടെ വലിയതായിക്കോട്ടെ, എല്ലാ വസ്തുക്കളെക്കുറിച്ചും വളരെ കൃത്യമായി ശരിയായി അവന് അറിയുന്നതാണ്. ലാഹിറും ബാത്തിനും എല്ലാം അറിയുന്നതാണ്. സൃഷ്ടികളെക്കുറിച്ചുള്ള രഹസ്യവും പരസ്യവും എല്ലാം പടച്ച അല്ലാഹുവിന് ആ സൃഷ്ടികളെക്കുറിച്ച് വളരെ വ്യക്തമായി കൃത്യമായി അറിയുന്നതാണ്. ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുദ്റത്തിനെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. ഇടക്ക് നരകത്തെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും അതാ അവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, പിന്നെ എങ്ങനെയുള്ള അല്ലാഹുവാണ് ജഅല ലക്കുമുൽ അർള ദലൂലാ,
ഭൂമിയെ അവൻ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നിരിക്കുന്നു, അനുസരണയുള്ളതാക്കി തന്നിരിക്കുന്നു. പർവ്വതങ്ങളെ കൊണ്ട് ആണി എന്ന രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തി നിങ്ങൾക്ക് ആ ഭൂമിയിലൂടെ സഞ്ചരിക്കാം. അല്ലാഹു തആല നമുക്ക് ചെയ്ത വലിയ നിഅമത്താണിത്. സഹലതല്ലിൽ മശീ ഫീഹാ, ആ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അവൻ നമുക്ക് പാകപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ, അതിൻ്റെ ഭാഗങ്ങളിലൂടെ മുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. ജവാനിബിഹാ, അതിൻ്റെ പ്രതലത്തിലൂടെ അതിൻ്റെ മുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. നിങ്ങൾക്ക് നടക്കാനും വീടെടുക്കാനും ബിൽഡിംഗ് ഉണ്ടാക്കാനും കൃഷി ചെയ്യാനും എല്ലാറ്റിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ ഭൂമിയിൽ സമുദ്രങ്ങളുണ്ട്, നദികളുണ്ട്, മരുഭൂമികളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, കാടുകളുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹമായി അവൻ നൽകിയതാണ്. ആ ഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം. മാത്രമല്ല അതിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, അള്ളാഹുവിൻ്റെ ഭക്ഷണത്തിൽ നിന്നും. വകുലൂ മിർ റിസ്ഖി, അള്ളാഹുവിൻ്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മടക്കം. അത് മറന്നു പോകരുത്. എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊന്നും ചെയ്താൽ പോരാ, അവനിലേക്കൊരു മടക്കമുണ്ട്. മിനൽ ഖുബൂരിൽ ജസാ, ഖബറിൽ നിന്നും പ്രതിഫലം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നിങ്ങൾ മടക്കും, മരിക്കും. ആ ഒരു കാര്യം പ്രത്യേകിച്ച് മറന്നു പോകരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ ഭൂമി. ആ ഭൂമിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം, എല്ലാം ചെയ്യാം. ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി അവൻ എണ്ണി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിനൊക്കെ നാം അള്ളാഹുവിന് നന്ദി ചെയ്യണം. അവനിലേക്കുള്ള മടക്കം അതും നാം മറന്നു പോകാൻ പാടില്ല. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും എല്ലാം അള്ളാഹു അറിയുന്നതാണ്. നമ്മുടെ ഖൽബിനുള്ളിലുള്ളതൊക്കെ അല്ലാഹു തആലക്കറിയാം. കാരണം ഖൽബിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ രഹസ്യം, അത് പടച്ചവനും അല്ലാഹു ആണല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണല്ലോ ഭൂമി. ആ ഭൂമി അവൻ നമുക്ക് പാകപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതിലൂടെ നടക്കാം, സഞ്ചരിക്കാം, വീടുണ്ടാക്കാം, എല്ലാറ്റിനും അല്ലാഹു തആല പാകപ്പെടുത്തി തന്നിരിക്കുന്നു. അതേപോലെ മറ്റൊന്ന്, നമ്മുടെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളൊക്കെ പടച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യവും ആ പടച്ച അല്ലാഹുവിന് വളരെ കൃത്യമായി അറിയാം. അള്ളാഹു നമ്മെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജനങ്ങളുടെ കൺകാഴ്ചയെ തൊട്ട് മറഞ്ഞ അവസ്ഥയിൽ നാം അള്ളാഹുവിനെ പേടിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നാം ഇന്ന് സംസാരിച്ചത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളായ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.